നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫോർഗീവ്നെസ്സും തമ്മിൽ എന്താണ് കണക്ഷൻ. കാരണം പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ കുറിച്ച്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ, എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ. ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ, അതുമാതിരി ഹോപ്പിനൊപ്പനോ ഹീലിംഗ് ടെക്നീക്സൊക്കെ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ഓൾസോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് ഓൾസോ എന്നെക്കുറിച്ച് കൂടുതൽ അറിയണം, എൻ്റെ കോഴ്സുകളിൽ ഭാഗമാണെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, എനിക്ക് മെസ്സേജ് അയക്കാം. അതുകൂടാതെ എൻ്റെ ഞാൻ പബ്ലിഷ് ചെയ്ത 2 ബുക്സുകളുടെ ലിങ്കും ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്നോട് ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ support@subishmenon.com അയക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വാട്സപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എൻ്റെ നമ്പർ തരാം. ദാറ്റ് യു ക്യാൻ ജോയിൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇനി ഇന്നത്തെ ടോപ്പിക്, ഈ വീഡിയോൻ്റെ ടോപ്പിക്കിൽ കിടക്കാം, ഫോർഗീവ്നെസ്. ഇന്നർ ചൈൽഡ് ഹീലിംഗും ഫോർഗീവ്നെസ്സും എന്താണ് കണക്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്താണ് ഞാൻ വേറൊരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി പറയാം ബ്രീഫായിട്ട്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടിയുണ്ട്. നമ്മൾ ഒബ്വിയസ്ലി ജനിച്ച് നമ്മൾ വളർന്ന് നമ്മൾ പ്രോപ്പറായി വളർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ഫിസിക്കലി നമ്മൾ വളർന്നിട്ടുണ്ടാകും, പക്ഷേ ആ കുട്ടിയുടെ പല ആഗ്രഹങ്ങളും ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടിയെ അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസിനെയോ റിലേറ്റീവ്സോ നെയ്ബേഴ്സിനെ കേട്ടിട്ടുണ്ടാവും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. അപ്പോൾ കുട്ടിയെല്ലാം സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഇമോഷൻസും ആ ഒരു ആഗ്രഹങ്ങളൊക്കെ പലതും സപ്രസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹീൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതിനെ ഹീൽ ചെയ്യണം ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അപ്പോൾ അത് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പല ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ആവും, പല ബ്ലോക്ക്സ് ക്ലിയർ ആവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഇന്ന് ഫോർഗീവ്നെസ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാൻ പോകാം. ഫോർഗീവ്നെസ്, നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ ഫോർഗീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ക്ഷമ ചോദിക്കുകയാണ്, അല്ലേ? നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ആരോടാണ് ക്ഷമ ചോദിക്കേണ്ടത്? നമ്മളോട് തന്നെ. കാരണം നമ്മളാണ് നമ്മുടെ കുട്ടിയോട്, നമ്മളെ ഇന്നർ ചൈൽഡ്, അതായത് നമ്മുടെ ആ കുട്ടിക്കാലത്തോടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുമാതിരി വല്ല അനുഭവങ്ങളും വല്ല എക്സ്പീരിയൻസസും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ചീത്ത പറഞ്ഞു, ആ ഒരു ഇൻസിഡൻറ്റ് ഓർക്ക് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വിച്ച് ഇസ് റിയലി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നൊരു ഇൻസിഡൻറ്റ്, അത് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് കണ്ണടച്ചിട്ട് ചിന്തിച്ചിട്ട് ഗോ ടു ദാറ്റ് ആൻഡ് ഇമാജിൻ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കൂടി ലീവ് ചെയ്യുകയാണെന്നുള്ളൊരു നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ശരിക്കും ബാധിച്ചൊരു ഇൻസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി ഭയങ്കര വിവിഡായിരിക്കും, അല്ലേ? മെമ്മറി നല്ല ക്ലിയർ ആയിരിക്കും. നിങ്ങൾ കണ്ണടച്ചത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ആ സിറ്റുവേഷൻ അങ്ങനെ ഓർക്കുക, ഒന്നുകൂടി നിങ്ങൾ ജീവിക്കുന്ന മാതിരി ഓർക്കുക. ആൻഡ് വാട്ട് യു ടു ഡു ഇസ്, നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഉള്ളതുകൊണ്ട് നിങ്ങളെ തന്നെ ഫോർഗീവ് ചെയ്യണം. കാരണം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ പല രീതിയിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആ കുട്ടിയെ നിങ്ങൾ താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് വല്ല സംഭവിക്കുമ്പോൾ നമ്മൾ കാരണം എന്നുള്ളത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾക്ക് ഹോപ്പിനൊപ്പം പ്രാക്ടീസ് ചെയ്യാം. ഹോപ്പിനൊപ്പം ഒരു ഫോർഗീവ്നെസ് പ്രോസസ്സും കൂടിയാണ്. നിങ്ങൾക്ക് ഹോപ്പിനൊപ്പം ആ കുട്ടിയോട് നിങ്ങൾക്ക് പറയാം, ഇന്നർ ചൈൽഡ്, ആ കുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതുമാതിരി ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ആ കുട്ടിയോട് സംസാരിക്കണം മാതിരി, ആ കുട്ടിക്ക് സ്നേഹം കൊടുക്കുക, ആ കുട്ടിയെ തലോട്, വേണമെങ്കിൽ ആ കുട്ടിയെ കെട്ടിപ്പിടിക്കാം. ആ സ്നേഹം നിങ്ങൾ കൊടുക്കുക. കാരണം ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കരയായിരിക്കാം, പക്ഷെ ഡോണ്ട് വറി. നിങ്ങൾ സാധാരണ നിങ്ങൾ കുട്ടിയോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ കുട്ടിയോട് ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാകില്ല, പക്ഷെ വേറൊരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ സംസാരിക്കുക. അവർ സങ്കടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ചാലഞ്ച് നമ്മളെങ്ങനെ സംസാരിക്കുക? നമ്മൾ ദേഷ്യപ്പെടില്ല, നമ്മൾ കുറ്റപ്പെടുത്തില്ല, നമ്മളവരെ നല്ല രീതിയിൽ സംസാരിച്ച് അവരെ നമ്മൾ റിലീവ് ചെയ്യാൻ നോക്കൂല്ലേ? അതേമാതിരി നമ്മുടെ ആ കുട്ടിക്കാലത്ത് പോയിട്ട് നമ്മളോട് നമ്മൾ സംസാരിക്കുക, ഇമാജിൻ ചെയ്തിട്ട് ശരിക്കും അപ്പോൾ ഒപ്പനൊപ്പനെ പറയാം. അത് കൂടാതെ നല്ല വാക്കുകൾ പറയാം.
ആൻഡ് ബ്രിങ് ബാക്ക് അവരുടെ ഇമോഷൻസ് ഹീൽ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ഓപ്പർ പറയുമ്പോൾ നമുക്ക് തന്നെ ആ ചേഞ്ച് മനസ്സിലാകാൻ തുടങ്ങും. കാരണം നമ്മളാണത് ആക്ച്വലി അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ്, ആ റിലീസ് നടക്കും. ഓക്കെ, സോ ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓപ്പൺ ഓപ്പർ പറഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങളോട് പറയുക, ആ കുട്ടിയോട് പറയുക, സോറി, ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ഹാർട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പതുക്കെ തലോടാൻ വേണമെങ്കിൽ, സോ ദാറ്റ് നിങ്ങളുടെ ആ ഇമോഷൻസ് റിലീസാവും. സോ ഇങ്ങനെ നിങ്ങൾ ഓരോരോ നിങ്ങൾക്ക് ഓർമ്മയിലുള്ള പല ഇൻസിഡൻസും നിങ്ങൾക്ക് ഓർമ്മയിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇത് എത്ര കാലം പ്രാക്ടീസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ റിലീവ് തോന്നാൻ തുടങ്ങും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മണി പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മണിയായി റിലേറ്റഡ് ഇൻസിഡൻ്റ് ആയിരിക്കാം. കുട്ടിക്കാലത്ത് നിങ്ങളുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ വഴക്കൂടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മണി പൈസ ഉണ്ടെങ്കിൽ വഴക്കുണ്ടാവും, അല്ലെങ്കിൽ പൈസ പല ബിലീഫ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടത് ആ സിറ്റുവേഷനിൽ പോയിട്ട് ആ പ്രായം ആലോചിക്കുക. ആൻഡ് ആ പ്രായത്തിൽ ആ കുട്ടിയോട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുക, തലോടെ ഇറ്റ്സ് ഓക്കെ, സംഭവിച്ചു. നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കില്ല, വേറെ ആൾക്കാരെ ആശ്വസിപ്പിക്കാൻ, അതേമാതിരി തന്നെ ആ കുട്ടിയോട് സംസാരിക്കുക. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് ആ ഇൻസിഡൻറ്റ് മാത്രമല്ല, നിങ്ങൾ ഇനി തൊട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ പരസ്പരം നമ്മൾ സെൽഫ് ടോക്ക്, നെഗറ്റീവ് ടോക്ക് കുറേ സംസാരിക്കാറുണ്ട് അല്ലേ. ആ നെഗറ്റീവ് ടോക്ക് കുറയ്ക്കുക. ആൻഡ് നിങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കണമെന്ന് വിചാരിക്കുക. ആൻഡ് ആസ് മച്ച് ആസ് പോസിബിൾ നല്ല വാക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കുക. സോ ദാറ്റ് ഫേർദർ ട്രോമ നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഓക്കെ, സോ ഒരു രീതിയിൽ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യുക, ഓപ്പൺ വെച്ച് ക്ലിയർ ചെയ്യാം, നല്ല രീതിയിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ ഇനി തൊട്ട് ഡിസൈഡ് ചെയ്യുക, ഈ നിമിഷം തൊട്ട് ഞാൻ എന്നോട്, അതായത് എൻ്റെ ഉള്ള കുട്ടിയുണ്ട്, എന്നോട് ഞാൻ നല്ല രീതിയിലേ സംസാരിക്കുള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കമൻസിൽ എഴുതുക. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എത്ര പ്രാക്ടീസ് നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ടേക്ക് വൺ ഓഫ് ദം ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക. ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 1 വീക്ക് സ്റ്റാർട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ആൻഡ് സീ ദ ചേഞ്ചസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇൻസിഡൻറ്റിന് വേണ്ടി പോയിക്കോളൂ. പക്ഷേ ആദ്യം ഒരു ഇൻസിഡൻസ് എടുക്കുക, ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തേ മതി. ഓക്കെ, ഒരു നേരം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ കീപ് പ്രാക്ടീസിങ്. ആൻഡ് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഞാൻ പറഞ്ഞ മാതിരി ബെൽ ബട്ടണൊക്കെ അമർത്തി, സോ ദാറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ റിമൈൻഡർ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ടിൽ ദെൻ കീപ് സ്മൈലിംഗ്, കീപ് ഹീലിംഗ്, ആൻഡ് ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ഹീൽ ദ വേൾഡ്.